കുക്കിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കേക്കാണ്, സ്ട്രോബെറി കേക്ക്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ, ഇത് 250 ml കപ്പാണ്. അതിൽ നിറയെ നമ്മളെടുത്ത് വടിച്ചെടുത്തതാണിത് മൈദ. പിന്നീട് നമുക്ക് വേണ്ടത് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 80 ml മെഷറിംഗ് കപ്പാണ്. അതിൽ ഒരു 1/4 കപ്പോളം മതിയാവും. വനില എസൻസ്, ബേക്കിംഗ് സോഡ, 2 മുട്ട, പാല് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നീട് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര. 250 ml കപ്പിൽ ഞാൻ 3/4 കപ്പോളം എടുത്ത പഞ്ചസാരയാണ് പൊടിച്ചു വച്ചിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ സ്ട്രോബെറി. ഇവിടെ ഞാൻ വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ പൾപ്പാണ് നമ്മൾ ഈ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പ്. ഇത് മുഴുവൻ ഉപ്പ് വേണ്ട, പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു നുള്ള് ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഓരോന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. അതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയുടെ മണം മാറുന്നതിനായി നമുക്ക് വനില എസൻസ് ഉപയോഗിക്കാം. ഇവിടെ 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വനില എസൻസ്. നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. 2 മിനിറ്റോളം നമുക്കിത് അരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുട്ടയും പഞ്ചസാരയും മിശ്രിതം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഖര ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. 250 ml എടുത്തു വെച്ച മൈദ, കുറച്ച് ഉപ്പ്, ബേക്കിംഗ് പൗഡർ. ഏത് സാധനം എടുക്കുമ്പോൾ നമ്മൾ ഈ നിരപ്പിൽ വടിച്ച് വേണം എടുക്കുവാൻ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. മൈദ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്യാം. ഇവിടെ നമ്മുടെ കേക്ക് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു പരുവം. ഒത്തിരി ലൂസാകാനും പാടില്ല, എന്നാൽ ഒത്തിരി തിക്കാകാനും പാടില്ല. ഇത് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഒഴിക്കാം. ഇത് ഞാൻ എണ്ണ തൂത്ത് അതിൽ മൈദ ഇട്ടെടുത്ത കുക്കറാണ്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് എയർ ബബിൾസ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനി അടച്ചു വെച്ചതിന് ശേഷം
മിനിറ്റ്. ഞാൻ കുക്കർ നേരിട്ടല്ല ഗ്യാസിലേക്ക് വെക്കുന്നത്. ഇതുപോലെ ചൂടുകട്ടയുള്ള ഒരു ദോശ തവയുടെ മുകളിലാണ് വെക്കുന്നത്. നേരിട്ട് നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചാൽ കേക്കിൻ്റെ അടിവശം കരിഞ്ഞു പോവുകയും ഉൾവശം വേകാതിരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് ഒരു 45 മിനിറ്റ് വേവിക്കാം. ഇവിടെ ഞാൻ ലോ ഫ്ലെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ 30 മിനിറ്റ്സോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തോ എന്നോ ഒന്ന് കുത്തി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നീഡ് പോലത്തെ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. നേരിട്ട് നമുക്ക് തുറക്കാൻ സാധിക്കുകയില്ല. ഈ കമ്പി നമുക്ക് ഈ കുക്കർ വിസിൽ വിടുന്ന ഹോളിലൂടെ താഴേക്ക് ഇറക്കി നോക്കാം. ഇതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കേക്ക് വെന്തില്ല എന്നാണ്. ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ കേക്ക് ഏകദേശം വേവായിട്ടുണ്ട്. അതിനർത്ഥം നമുക്കത് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി കുത്തി നോക്കാം. ഇപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇത് തണുപ്പ് ആയതിനു ശേഷം, ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ഈ കേക്ക് മെല്ലെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മളുണ്ടാക്കിയ സ്ട്രോബെറി കേക്ക്. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് മുറിച്ച് ടേസ്റ്റ് നോക്കാം. കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ഇവിടെ വളരെ മൃദുവായ കേക്ക് തയ്യാറായിട്ടുണ്ട്. നമ്മൾ കളർ ചേർക്കാത്തതുകൊണ്ടാണ് ഇത് ഈ കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി.